മാനസികാരോഗ്യം ലോകത്തിനൊരു വെല്ലുവിളിയാണ് എന്ന് പറയുമ്പോൾ സാധാരണ വായിക്കുന്നവരൊക്കെ അതിൻ്റെ ഒരു ആഴത്തിലും മാനത്തിലും എടുക്കുന്നത് അപൂർവമാണ്. നമ്മളെല്ലാവരും അതിനൊരു ആരോഗ്യ പ്രശ്നം പോലെ എഴുതുന്ന ഒരു ആദ്യ വാചകമായിട്ടേ കാണാറുള്ളൂ. പക്ഷേ അതൊരു വെല്ലുവിളി തന്നെയാണ്. അത് ഏറ്റവും നന്നായി അറിയാവുന്നത് പെൻറ്റഗണിലെ ഉദ്യോഗസ്ഥർക്കും വൈറ്റ് ഹൗസിലെ ഉദ്യോഗസ്ഥർക്കുമാണ്. നമ്മുടെ വീടുകളിലൊക്കെ ഈ സൈക്കോസിസോ ഡിമെൻഷ്യയോ അല്ലെങ്കിൽ അതുപോലെ തന്നെ അൾഷൈമേഴ്സോ ഒക്കെ ബാധിച്ച ആളുകളുണ്ടെങ്കിൽ ഇടം വലം തിരിയാതെ എല്ലാവരും കൂടെ നിൽക്കണം. കാരണം അവരുടെ ഒരു മാനസികാരോഗ്യ പ്രശ്നം മൂലം അവരെന്തും ചെയ്തു കളയും. ചിലതൊക്കെ വളരെ അപകടകരമായിട്ടായിരിക്കും ചെയ്യുക. ഈ ടി വി എടുത്തടിച്ച് പൊട്ടിക്കുക, വിലപിടിപ്പുള്ള പലതും എറിഞ്ഞു പൊട്ടിക്കുക, ഇങ്ങനെ പല ആക്ഷൻസും അത്തരമൊരു മാൽ ഫങ്ഷനിങ്ങിലൂടെ ഉണ്ടാകാറുണ്ട്. എന്നാൽ ഒരു രാജ്യത്തിൻ്റെ തലവന് അത്തരത്തിലുള്ള മാനസികാവസ്ഥയിലേക്ക് എത്തിച്ചേർന്നാൽ എന്ത് സംഭവിക്കും എന്നുള്ളതിൻ്റെ തെളിവായിരുന്നത്രേ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വൈറ്റ് ഹൗസിലും പെൻറ്റഗണിലുമൊക്കെ നടന്നത്. വെടിയുണ്ടതാടാ എന്ന് പറഞ്ഞ് വല്ലാതെ വെപ്രാളം പിടിച്ച് ന്യൂക്ലിയർ ബോംബ് എവിടെ, അതിൻ്റെ കോഡ് എടുക്കൂ, അതിൻ്റെ സീക്രട്ട് കോഡ് എടുക്കൂ, പാസ്വേഡ് എടുക്കൂ, ഞാനവിടെ ബോംബിടട്ടെ എന്ന് പറഞ്ഞ് വലിയ ബഹളമായിരുന്നത്രേ. സാധാരണ അമേരിക്കൻ പ്രസിഡൻ്റുമാർ ആകെ ഹിരോഷിമയിലും നാഗസാക്കിയിലുമൊക്കെയാണ് അതൊരിക്കലേ ചരിത്രത്തിൽ പ്രയോഗിച്ചിട്ടുള്ളൂ. ആ സന്ദർഭങ്ങളിൽ അതിൻ്റെ സുപ്രീം ഉത്തരവ് പുറത്തെടുക്കുന്നത് ആ രാജ്യത്തിൻ്റെ പ്രസിഡൻ്റാണ്, പരമാധികാരിയാണ് അതിനെ പുറത്തിറക്കുന്നത്. എന്നാൽ ഇതുപോലൊരു പരമാണുകാരി അമേരിക്കയിൽ വന്നതോടുകൂടി പുള്ളി രാവിലെ ചായയുടെ കൂടെ ബോണ്ട എടുക്കൂ എന്ന് പറയുന്ന പോലെയാണ് രാവിലെ അണുബോംബ് എടുക്കൂ എന്ന് പറയുന്നത്. കാരണം അത്ര കിടന്ന് പാടുപെടുക. പുള്ളിയുടെ നവദ്വാരങ്ങളിലൂടെ എന്തോ അനിഷ്ടകരമായ ഒന്ന് തള്ളിക്കയറി നിൽക്കുന്നൊരവസ്ഥയിലാണ് പുള്ളി നടക്കുന്നത്. അല്ലെങ്കിൽ പുള്ളി നടക്കുന്നതും ഇരിക്കുന്നതും ഒക്കെ നിങ്ങൾ നോക്കിക്കോളൂ. അങ്ങനത്തെ ഒരവസ്ഥയിൽ പുള്ളി പാസ്വേഡ് ചോദിക്കുകയും പെൻറ്റഗണിൽ നിന്ന് അതിൻ്റെ സിറ്റുവേഷൻ റൂമിൽ നിന്ന് പുള്ളിയെ തള്ളി പുറത്തിറക്കുകയും ഒക്കെ ചെയ്തത്ര എല്ലാവരും കൂടെ ചേർന്ന്. പിന്നെ കുറച്ച് സമയത്തിന് ശേഷം എന്തോ വെള്ളം ഊതി ഒഴിക്കുകയോ അതോ മയക്കുവെടി വെക്കുകയോ അതോ വേറെന്തോ വ്യത്യസ്തമായ വാതകം ശ്വസിപ്പിക്കുകയോ എങ്ങാണ്ട് ചെയ്താണ് പുള്ളിയെ ശാന്തമായി ഉറക്കിയത്. പുള്ളിയുടെ പേരാണ് നമ്മുടെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ടായ ഡൊണാൾഡ് ട്രംപാണത്. സത്യത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു യുദ്ധത്തിനെ നേരിടുകയാണ്. ആ യുദ്ധത്തിനെ നേരിടുന്ന സന്ദർഭത്തിൽ അത്രമേൽ അയാൾക്ക് മാനസിക സമ്മർദ്ദം കൊണ്ട് ഇരിക്കാൻ വയ്യാത്തൊരവസ്ഥയിലാണ് നിൽക്കുന്നത്. ആ അവസ്ഥയിലാണ് ഈ പറഞ്ഞ സംഗതികളൊക്കെ അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അണുബോംബിൻ്റെ ഫോർമുല ചോദിച്ചത്രേ, അതിൻ്റെ സീക്രട്ട് പാസ്വേഡ് ചോദിച്ചത്രേ. അത് നൽകാൻ സുപ്രീം മേധാവി, സൈനിക മേധാവി തയ്യാറായില്ല. അവരെല്ലാവരുടെ കയറുന്ന ഈ ചരക്കിനെ തെള്ളിയിറക്കിയെന്ന്. ഞാൻ ആലോചിക്കുന്ന മൊത്തം എന്താ അറിയോ, ഇത്രയും ഭാരമുള്ള ഒരു വസ്തുവിനെ തെള്ളിയിറക്കാൻ അവരെന്തൊരു പാടുപെട്ട് കാണും ആ മുറിയിൽ നിന്ന്. പിന്നെ വല്ല എലവാങ്ക വല്ലതും എടുത്തുകൊണ്ട് വന്ന് കാണും. വല്ല ഹെക്സിത്തിനെ വിട്ട് മുട്ടൻ എലവാങ്കുണ്ടല്ലോ, അത് എടുത്തുകൊണ്ട് വന്ന് കാണും. താഴെ ഇട്ട് കുത്തിപ്പൊക്കിയായിരിക്കും തെള്ളി ചരിച്ച് പുറത്തേക്ക് ഇറക്കിയത്. ഇറാനിലെ റെജിം ചേഞ്ചിന് പോയതാ. കഷ്ടം.